ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാ മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമായ ഇൽമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു തരാൻ പോകുന്നത്? ആ സമയത്താണ് ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോട് വാള് പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു. ചേകന്നൂർ ആരായിരുന്നു? ചേകന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല. പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി. കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു. നിസ്കാരം 3 വഖത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട് ചേകന്നൂരിന്റെ ആൾക്കാർ 3 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഗുരുത്വവും പൊരുത്തവുമാണ് അറിവ് ഉപയോഗപ്പെടുന്നത്, അറിവ് നാഫിയാകുന്നതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു മഹലിൽ സേവനം ചെയ്താൽ അവസാനം കിട്ടുന്നത് എന്താണ്? മതിലൊട്ടിക്കുന്ന കുറെ നോട്ടീസുകളാണ്. 2 കൊല്ലം ഉസ്താദ് മാറിപ്പോകുമ്പോൾ ഇബ്രാഹിക്കാരെ മോള് അവിച്ച ജാമും കൊണ്ടുവരുമായിരുന്നു, സുലൈമാൻ കാക്കാരെ മോള് പുളിമുളകും കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. 2 കൊല്ലം ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു. അന്ന് മൊയിലാരെ ഊറ്റി എടുക്കുക, എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. അപ്പോ അത് ഉസ്താദുമാരാ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളൊരു മഹലിൽ ഇരിക്കുമ്പോ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാം, ഒരു മഹലിൽ ഞാനോ നിങ്ങളോ ഖതീബായിട്ട് കയറിയാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ. ഒന്നാമത്തെ ദിവസം തന്നെ ഖുതുബയും പ്രസംഗവും കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറയും, ഉസ്താദേ ഇതുവരെ ഈ പള്ളിയിൽ ഇതുപോലെ ഒരു ഖുതുബയും പ്രസംഗവും ആരും കേട്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന ആളാണ് ആ മഹലിലെ ഏറ്റവും നമ്പർ 1 പാര. ഒരു സംശയം എഴുതിയിട്ടോ, നിങ്ങൾ എഴുതിയിട്ടോ, ഉറപ്പാണ് ആ കാര്യം. അവരുടെ പാര കാരണം പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അതൊന്നാമത്തെ. പിന്നെന്താ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ചെയ്താൽ 2000 രൂപയാണെങ്കിലും 4000 ആണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമാണ്. എന്നാൽ പണക്കാരുടെ ആസനം താങ്ങിയിട്ട് സിമ്പതിക്കു വേണ്ടി ചെയ്താലോ, പരിപാലകര് ചെയ്യുന്ന തെറ്റിനെ മൂടിവെക്കാൻ വേണ്ടി, പള്ളിയിലെ ജോലിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലാഹുവെ മറന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, പള്ളി പരിപാലിക്കുന്നവർക്ക് തലകുനിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പൊറുക്കൂല മോനെ. കാരണം നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്. എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും നമുക്ക് ഭക്ഷണം തരുന്നതാരാ? എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ നമുക്ക് എത്ര വലിയ രോഗം വന്നാൽ ആ രോഗം മാറ്റുന്നതാരാ? അതിന് ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുന്നതാരാ? അത് നമ്മൾ മറക്കല്ലേ. എവിടെയെങ്കിലും ഇരിക്കുമ്പോ പലിശക്കാര് വന്ന് തോളത്ത് കൈയിട്ടിട്ട് ഉസ്താദേ കത്തിച്ചോ, കാശ് ഞാൻ തരാ, നിങ്ങളും ഉണ്ടല്ലേ, നിങ്ങൾ അവരോടെ പോവല്ലേ, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ചെയ്യുന്ന മഹല്ലാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, പണക്കൊതിയന്മാരുടെ സിമ്പതിക്കു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കഷണിച്ചു കൊടുക്കുന്ന കാപാലികന്മാരായി മാറിപ്പോയ പണ്ഡിതന്മാരെന്ന പേരല്ല, ഫണ്ഡിഹിതന്മാരെന്ന പേര് തരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വേദനയോടെ പറയുന്നു, ലോകത്ത് നശിച്ചു പോരവരൊക്കെ അറിവില്ലാത്തവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്രൂദ് എന്ന് പറയുന്ന സഹോദരന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഫിർഔന് അറിവില്ലാത്തത് കൊണ്ടല്ല, ശേഖന്നൂരിന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. എന്നിട്ടെന്തേ അവസാനം മതപതനത്തിന്റെ പടുങ്കുടിയിലേക്ക് വന്നു വീണു. അതുകൊണ്ട് മൂസാ നബിക്കറിയാ, ഇബ്ലീസ് വാളു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കറിയാം ഇബ്ലീസ് നശിച്ചവനാണെങ്കിലും അറിവുള്ളവനാണ്, നശിച്ചു പോയവനാണെങ്കിലും അറിവുള്ളവൻ. അങ്ങനെ മൂസാ നബിയോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാൻ നബി, എന്നെ ഉപദ്രവിക്കും. മൂസാ നബിയെ പേടിയാ. കാരണം ഒരൊറ്റയടിക്ക് കിബിത്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ ആളാ മൂസാ നബി. നമ്മളെ പോലെ ചക്കളത്തടിയും കൊണ്ട് നടന്നതല്ല. ഒറ്റയടിക്ക് ഒരാൾ കീഞ്ഞു പോയി. പിന്നെ ശ്വാസം ഉണ്ടോന്നൊന്നും നോക്കണ്ട, അപ്പോഴേ കൊണ്ടങ്ങ് അടക്കിയാൽ മതി. ഒരേ ഒരു അടി അടിച്ചു, ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി. അത് മൂസാ നബി. അസ്രായിലിനെ പോലും
അസ്രായിലിന്റെ ശരീരത്തിലേക്ക് പ്രഹരം വെച്ചു കൊടുത്ത ഒരേ ഒരു പ്രവാചകൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മാത്രമാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇബ്ലീസ് പേടിക്കാതിരിക്കും? ഇബ്ലീസ് പേടിച്ചപ്പോ ഇബ്ലീസിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 കാര്യം പറഞ്ഞു തരാം. ഞാനൊരു മനുഷ്യനെ വലയിലാക്കുന്നത് 3 സമയത്താണ്. ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് 3 സന്ദർഭങ്ങളിലാണ്. ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് 3 സമയത്താണ് നബിയേ. ആ 3 സന്ദർഭങ്ങളിൽ മനുഷ്യൻ എന്നെ സൂക്ഷിച്ചാൽ, ആ 3 സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോ കൊതിയോടെ, ആർത്തിയോടെ, ആവേശത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ആ 3 സമയങ്ങൾ എപ്പോഴാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തഴവാകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാം എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ 2ാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ ഇബ്ലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 സമയത്ത് പിശാചിന്റെ പിന്തലമുറക്കാരായി മാറാതിരിക്കാ ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ. അതിൽ 1ാമത് എപ്പോഴാന്ന് ചോദിക്കുമ്പോ മൂസാ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഒന്ന് കോപം വരുമ്പോഴാണ്, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയും നമ്മൾ. അവസാനം നമ്മൾ മെസ്സേജ് അയക്കും, അന്നേരം തോന്നിയ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ, പൊരുത്തപ്പെടണം, കാര്യമില്ല. പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുയോഗത്തിനൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ വലിയ സംസാരിക്കാൻ പറ്റും. പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും, എനിക്കൊരു കാര്യം പറയണ, ആള് കൊള്ളാ, ഇവിടെ തെണ്ടി തിരിഞ്ഞ് കിടന്ന് കാലണക്കി വരയിലാണ്, അച്ഛനെ വരടാ, അവനെ ഒതുക്കി അവിടെ ഇരിക്കും. കാശുകാർക്ക് സംസാരിക്കാം. സാർ പറയും, അപ്പൊ സാറ് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, സാറിന് കുറച്ച് നോട്ട് പോക്കറ്റ് ഉണ്ട്, അതാണ് സാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അങ്ങനെ സമ്പന്ന വർഗത്തിന്റെ കുപ്പകയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും? ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും? ശ്രദ്ധിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, പ്രസവിക്കപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ്. മറക്കാൻ പാടില്ല, ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം. അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തോടെ സംസാരിക്കരുത്. അപ്പൊ വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ? പാടില്ല. വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസ്രത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ്. അതിന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം വേണം മോനെ. ആരുടെയും കയ്യടി വേണ്ടടാ, ആരുടെയും ഒത്താശ വേണ്ടടാ. ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, കളിയാക്കട്ടെ, ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു അർശിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ്. ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തം ഇതിന് നിർബന്ധമാണ്. ഈ രാത്രിയാണെങ്കിൽ ഈ രാത്രി തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയോട് പോയി പറയണം, ഉമ്മ, തടവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാമിന്റെ പ്രവർത്തനം കൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ.
നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ. സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ചയുണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ, ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ. കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എപ്പോഴാണ്? നാളെ ഇൻഷാ അല്ലാഹ് ചേനാവള്ളി, എന്ത് സ്ഥലം? ചേരാവള്ളി, കായംകുളത്ത് ചേരാവള്ളിയിൽ നാളെ കുടുംബജീവിതമാണ് വിഷയം. ഭാര്യയും ഭർത്താവും അവരുടെ കടമകളും മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും നേരം കിട്ടൂല. എന്നാലും 2 മണിക്കൂർ കൊണ്ട് ഭർത്താവിന്റെ കടമകളായ ഒരു 5 എണ്ണം, ഭാര്യയുടെ കടമ ഒരു 3-4 എണ്ണം ഇത് പറഞ്ഞ് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നത്. ഹൈന്ദവ മതത്തിൽ നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നുസ്രത്തുൽ അനാമൽ സുകേഷ്. ഹൈന്ദവരുണ്ടെങ്കിൽ അറിയട്ടെ, ഹൈന്ദവ മതത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കൂടിയ ഒരു ദൈവമുണ്ട്. അത് ദൈവം എന്നറിയോ? ഭയങ്കര ദേഷ്യമാണ് ദൈവത്തിന്. ശിവനാണ്. ശിവന് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ശിവന്റെ ഭാര്യയായ പാർവതി ഒരിക്കൽ ശിവനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ കഴിയുന്നത് ഒരു ദുർവാസം തന്നെയാണ്, നിങ്ങളുടെ കൂടെ കഴിയുന്നത് ഒരു ദുർവാസം തന്നെയാണ്. അങ്ങനെ ശിവന്റെ കോപവും ക്രോധവും എല്ലാം കൂടി വേറൊരു സൃഷ്ടിയായിട്ട് പടച്ചു. ആ സൃഷ്ടിയുടെ പേരാണ് ദുർവാസാവ്. റളിയല്ലാഹു അൻഹു പറയുന്നത് സഹാബത്തിന്റെ പേരൊന്നുമല്ല, ദുർവാസാവ് എന്ന് പറയും. ഹൈന്ദവ പുരാണങ്ങൾ പരിശോധിച്ചാൽ കാണാം ദുർവാസാവും ശകുന്തളയും തമ്മിൽ ടച്ചാണ്, കമ്പനിയാണ്. പുരാണങ്ങൾ പറയുന്ന കഥയാണ്, അല്ല അവരെ കുറ്റപ്പെടുത്തിയത്, അവരുടെ പുരാണത്തിന്റെ കഥയാണ്. ദുർവാസാവും ശകുന്തളയും കന്യാശ്രമത്തിൽ ശകുന്തള അങ്ങനെ ഇരിക്കുമ്പോൾ ദുർവാസാവിനൊരു തീരുമാനമുണ്ട്. ദുർവാസാവ് എവിടെ ചെന്നാലും തന്നെ കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് നിയമം. കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന്. അങ്ങനെ ശകുന്തളയെ കാണാൻ വേണ്ടി ദുർവാസാവ് വന്നപ്പോൾ ശകുന്തള കന്യാശ്രമത്തിൽ തന്റെ കാമുകനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്യന്തനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ശകുന്തളയുടെ ദുർവാസാവ് വന്നിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് ശകുന്തളയുടെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് ദുർവാസാവ് പറഞ്ഞു, നീ ഇതുവരെ ആരെ കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അയാള് നിന്നെയങ്ങു മറന്നു പോകട്ടെ. ശാപം ഏറ്റു. അന്ന് മുതൽ പിന്നെ ദുഷ്യന്തൻ ശകുന്തള ദുഷ്യന്തൻ എത്ര മിസ് കോൾ അടിച്ചിട്ടും പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല. കമ്പനി അതോടുകൂടി പൊളിഞ്ഞു എന്നാ പുരാണം പറയുന്നത്. ദുഷ്യന്തന്റെയും ഈ ശകുന്തളയുടെയും ബന്ധം ദുർവാസാവിന്റെ ശാപം കൊണ്ട് പൊളിഞ്ഞു പോയതാണ്. അപ്പൊ ദേഷ്യം കൂടിയവരെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഔസിനി യാ റസൂലല്ലാഹ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്താ? ലാ തഗ്ലബ്, ലാ തഗ്ലബ്, ലാ തഗ്ലബ്, നീ കോപിക്കല്ലേ, നീ കോപിക്കല്ലേ. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ പിടിച്ചു നിർത്തണേ. ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത്. ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദെ നല്ല അടിപൊളി മൊബൈലായിരുന്നു, റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു വാരിക്കൂട്ടി. എന്തു പറ്റി? വീട്ടിൽ ചെന്നപ്പോ ഭാര്യ എന്തോ ഒരു സാധനമായി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല. മറന്നുപോയത് കൊണ്ട് ഭാര്യയുമായിട്ട് വഴക്കായി ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എറിഞ്ഞു. മാർബിളിൽ വീണു, മൊബൈൽ തവിട് പൊടിയായി. അങ്ങനെ 16 റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദെ 2 കേൾക്കുമ്പോ 4 വരണം, മെസ്സേജ് അയക്കുമ്പോ പാട്ട് കേൾക്കണം, ഒരു ബഹളം തന്നെ. എന്ത് പറ്റി? പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ, എന്തെല്ലാം ചെയ്യും? ചീത്ത വിളിക്കും, മക്കളെ ശകാരിക്കും, മക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും, പ്രിയപ്പെട്ടവരുടെ മുടിക്കുത്തിന് പിടിച്ചു ചുവരിലേക്ക് ഇടുക്കി വെക്കും. റസൂലുള്ള പറയുന്നു, ലാ തഗ്ലബ്, നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം, ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം, കിടക്കുമ്പോഴാണ് കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി വുളു എടുക്കണമെന്നാണ്. ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം. എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി നേരം ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ സംഭവമൊക്കെ പൊട്ടിത്തെറിക്കും. പുതിയോതിനൊക്കെ ചൂടായി, ഞാനിവിടെ എന്റെ വാപ്പാരെ കവറാണ് ഇവിടെ ആദ്യം വെട്ടിയും ചാടി എഴുന്നേക്കുമ്പോ നീ അവിടെ ഇരിയുടെ ശുക്കൂറ ഇരിയുടെ ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും.
ഇരുത്തണം പിടിച്ച് ഇരുത്തിയിട്ടവ ഇരിക്കണില്ല, കസേര കിടന്ന് ഉടനെ മോദിമാരെ പറഞ്ഞ് മോട്ടർ ഇട്ടിത്തിരി വെള്ളം ഇങ്ങനെ അപ്പോഴത്തടക്കും. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യണം? പൈപ്പ് എടുത്തോണ്ട് വന്നിട്ട് വെള്ളം അങ്ങനെ കൊടുത്തിട്ട് ഇരിക്കും, പ്ലീസ് സിറ്റ് ഡൗൺ യാ ഹസ്ബൻഡ് എന്ന് പറയണം. കസേര ഇട്ടെടുത്ത് ദൂരോട്ട് എന്ന് പറയണല്ലേ, കസേര വണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി പോകും. അപ്പൊ ദേഷ്യം നമുക്ക് വന്ന വലിയ പാടാണ്. ഇത് പിശാച് കൊണ്ടുവരുന്നതാണ്. ഒന്നാമത്തെ സമയം വിശദീകരിക്കാൻ നേരമില്ല. ഒന്നാമത്തെ സമയം പിശാച് ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോഴാണ്. രണ്ടാമതെപ്പോഴാണ്? കരീമുല്ലാഹി മൂസാ നബിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നു, നബിയേ രണ്ടാമതെപ്പോഴാണ് ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുമ്പോഴാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും. എന്നിട്ട് പറയും, സംസാരിയുടെ വെറുതെ കിട്ടിയ അവസരമില്ല, അപ്പൊ എവിടാ വീട്? അങ്ങനെ തുടങ്ങും. ഇബ്ലീസ് മധ്യത്തിരുന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും. എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു. ഇന്ന് ഇബ്ലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിലാണ്. മെസ്സേജ് രാത്രിയാകുമ്പോ 16 വയസ്സായ മോള് കിടന്നുറങ്ങുന്നു, ഉമ്മച്ചിരിയും വാപ്പച്ചിരിയുടെ അടുത്ത് കൂക്കൂ കൂക്കൂ മെസ്സേജ് വരാ. 1 മണിയാകുമ്പോ പെണ്ണെടുത്ത് വായിച്ചു നോക്കുമ്പോ മെസ്സേജ് MUPILAN മൂപ്പിലാൻ ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറൂ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയുടെ മണ്ടയിലുണ്ട്, നമുക്ക് വെളുക്കുന്നവരെ സംസാരിക്കാം. മെസ്സേജ്. അപ്പൊ ഇവള് തിരിച്ചു പറയും, എടാ ചീത്താനെ വാപ്പ ഉറങ്ങിയിട്ടില്ല, പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ. കുറച്ച് കഴിയുമ്പോ വീണ്ടും കൂക്കൂ കൂക്കൂ. യവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന് വാപ്പായുമാക്കെ തലാക്കി ടെറസിന്റെ മണ്ട ഇട്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോ അവന് സംസാരം തുടങ്ങിക്കോളും. അതുവരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത് വീണ്ടും കൂക്കു കേൾക്കുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ പറയും, ആരിവാ അവിടെ ആരാ ബോംബ് വെച്ചെന്നാ തോന്നണം, കുറെ നേരമായിട്ട് കൂക്കൂ കൂക്കൂന്ന് കേൾക്കാം. ഇത് നിങ്ങൾ വിചാരിക്കും അത്രയും ബുദ്ധിയുള്ള പെണ്ണിന് പിന്നെ മൊബൈൽ സൈലന്റ് ആയിക്കൂടെയെന്ന്. ചൈന സെറ്റല്ലേ, സൈലന്റ് ആക്കി ആവണ്ടേ? ഹൗദിൽ കിടന്നാലും വെല്ലി കേൾക്കണ സാധനമാണ് ചൈനക്കാരിറക്കണേ. ഇനി ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ രക്ഷപ്പെട്ടു. ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. വീഴ്ച താടിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് കുത്തു പോകുമ്പോ വലിയ അല്ല, ശമ്പളം കൊടുക്കാനല്ലേ പാട്. ചൈനയിൽ നിന്ന് ഇറങ്ങിക്കോളി. എന്റെ സഹോദരങ്ങളെ, അപ്പോ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കെവിടെയെങ്കിലും ഇരുന്നാൽ മൂന്നാമനായി പിശാച് വരുന്നതാണ്. അഫറൈതൽ ഹമുവ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഹമുവിനെ കുറിച്ച് എന്തു പറയുന്നു നബിയേ? ഹമുവ് എന്ന് പറഞ്ഞാൽ ആരെന്ന് എന്റെ സഹോദരിമാർക്കറിയോ? ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്. എന്തു പറയുന്നു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരും അന്യരാണ്. അൽ ഹമു അൽ മൗതു, ഹമു എന്ന് പറയുന്ന ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമായി നീ ഇടപെടുന്നത് അത് മരണത്തിന് തുല്യമാണ്. ചില സഹോദരിമാര് പറയുമല്ലോ, എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ, മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനിയന്റെ പൾസർ ഉണ്ടല്ലോ, ശ്രമിക്കണ്ട, എവിടെ പോകാനും അനിയൻ പൾസറും കൊണ്ടുവരുമല്ലോ. എന്റെ അനുജനും ഭാര്യയും കൂടി വീഗാലാൻഡിൽ പോയപ്പോ എന്നെയും കൊണ്ടുപോയല്ലോ. അനുജൻ എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ്. എന്റെ അനുജനില്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര്, ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ, അത് സൂക്ഷിക്കണേ. അന്യരെ സൂക്ഷിച്ചേ പറ്റൂ. അത് മാമാടെ മോനാണ്, മാമിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഇബ്ലീസ് നിങ്ങൾക്ക് ബന്ധം ചേർത്ത് തരും. പക്ഷേ ഹറാമ് ഹറാമ് തന്നെ, അറിയാതെ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുന്ന സമയമുണ്ടല്ലോ. 14 വയസ്സുകാരിയായ മോള് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കറങ്ങാൻ പോകുന്ന ഉമ്മ, 17കാരിയുടെ കൂടെ 22കാരന് ട്യൂഷൻ എന്ന പേരില് റൂമിന്റെ അകത്തടച്ചിടുന്ന ഉപ്പ, കേരള കലോത്സവത്തിന്റെ പേരിൽ, യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജ് എടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഉമ്മ, ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി 17കാരിക്ക് 18കാരിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോളെ മൊബൈലിലേക്ക് വിളിക്കുമ്പോ 24 മണിക്കൂറും
ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മ മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന ഭർത്താവിന്റെ നോട്ടുകെട്ട് വാങ്ങി മോളെ കുരുതി കൊടുക്കുന്നതുമ്മ ശ്രദ്ധിക്കണേ. അന്യ സ്ത്രീയും അന്യപുരുഷനും എവിടെ ഒറ്റയ്ക്കാകുമോ അവിടെ ഞാനുണ്ട് നബിയേ, അവരെ നശിപ്പിക്കാൻ ഞാനുണ്ട് നബിയേ. ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ മൂന്നാമത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി തങ്ങളോട് പറയുന്നു, മൂസാ നബിയേ മൂന്നാമത് എന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരാള് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. ഒരാള് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോ പെട്ടെന്ന് ഇബ്ലീസ് വന്നിട്ട് പറയും, അത്രയും കൊടുക്കണോ? 2 ദിവസം താമസിച്ചാൽ അതിന്റെ നേർ പകുതിയാകും, 3 ദിവസം താമസിച്ചാൽ 1/4 ഭാഗമാവും, 4ന്റെ അന്ന് 50 രൂപ കൊണ്ട് കൊടുത്ത് പോട്ടെ അസ്സലാമു അലൈക്കും. ഇന്നലെ ഇവിടെ നിന്ന് പോയ ഒരു സഹോദരൻ ഉദാഹരണത്തിന് ചിന്തിച്ചോ, 5000 രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടി. ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 5000 കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു, പിന്നെ വല്ലതും കൊടുക്കണ്ടേ, പാവം നല്ല പരിപാടിയാണ്, അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ നിക്കാഹിപ്പിക്കാനില്ല, നമുക്കും ഇല്ലേ 3 മക്കള്. ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറയാം 5000 രൂപ കൊടുക്കും. 5000 രൂപയെ ഞാൻ വല്ല 500 രൂപയാണ് കൊടുത്താവെന്ന് പറയും. എന്റെ റബ്ബേ ഇയാളെ ആള് കൊള്ളാനും 5000 രൂപയെ പടച്ചവനെ. ഇന്ന് രാവിലെ ഇവിടെ ഒരാള് വന്നതേ ഉള്ളൂ, കറണ്ടിലെ അടുപ്പും കൊണ്ട്. ഞാൻ പൈസ ഇല്ലെന്നത് വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ. കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ്, താത്ത സ്വിച്ച് ഇട്ടാ മതി, ചായ റെഡി. താത്ത പറയും ഇന്ന് നോക്കട്ടെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് താത്ത പറയും പൈസ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ. അതുകൊണ്ട് 5000 ഒന്നും കൊടുക്കണ്ട, ബാക്കി തഴവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര്. അതുകൊണ്ട് 5000 വേണ്ട, 2500 രൂപ കൊടുക്കണം. അങ്ങനെ തീരുമാനിക്കുന്നു. 2500 ആയി. രാവിലെ ആകുമ്പോ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു, അവിടെ ഒരു 500 കൊടുക്കണ്ടേ, അപ്പൊ 2000 അവിടെ പള്ളി കൊടുത്തിട്ട് അവിടെ 500 കൊടുക്കും. അപ്പൊ 5000 പിന്നെ 2000 ആയി. അങ്ങനെ പാല് അച്ഛനും അച്ചാരം പിന്നെ കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുആ ലിസ്റ്റിൽ പറയാൻ മടി. കാരണം എന്താ, 25 രൂപയേ ഉള്ളൂ, ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാം. 5000 രൂപ ഒറ്റ ദിവസം കൊണ്ട് 25 ഉലുവയായി. ആലോചിച്ച് നോക്കി, ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നുവോ പിശാച് അവിടെ കടന്നു വരുമെന്നാണ്. എന്നിട്ട് ആ പിശാച പൈസയെ കുറച്ചു കൊണ്ടുവരും. കാരണം എന്തെന്നറിയോ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സ്വതക്ക എന്ന് പറയുന്നത് നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ്. അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാചിനിഷ്ടം. ഈ 3 സമയങ്ങളാണ് പിശാച് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴികൾ. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ട് പിശാചിന്റെ കാലടികളെ പിൻപറ്റല്ലേ. അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് നരകത്തിന്റെ 4ാമത്തെ കവാടമാകുന്ന സഈറാണ്. നരകത്തിന്റെ 4ാമത്തെ കവാടമാകുന്ന സഈറിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഖുർആനാണ് പറയുന്നത്, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ വസയസ്ലൗന സഈറാ. നരകത്തിന്റെ 4ാമത്തെ കവാടമായ സഈറില്ലേ, ആ സഈറിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമാരാണ്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ. അക്രമപരമായി അനാഥ മക്കളുടെ സ്വത്ത് കഴിക്കുന്നവരാണ്. യതീമീങ്ങൾക്ക് അർഹതപ്പെട്ട, യതീമീങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കഴിക്കുന്നവരാണ്. യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ. അവരുടെ വയറ്റിലേക്ക് അവര് കഴിക്കുന്നത് നരകത്തിന്റെ തീയാണ്. വസയസ്ലൗന സഈറാ. അവരെ സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ 4ാമത്തെ കവാടത്തിൽ കടത്തുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. യതീംഖാന നടത്തുന്നവര്, യതീം മക്കളുടെ പേര് പറഞ്ഞ് വയറ് വളർത്തുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട്
ഗൾഫിൽ പോയി പണം പിരിക്കുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് വസ്തു വാങ്ങുന്നവര്, യതീംഖാന നടത്തിയിട്ട് മോളെ കെട്ടിച്ചവര്, യതീംഖാന നടത്തിയിട്ട് വലിയ വാഹനമെടുത്തവര്, അതിന്റെ 1 രൂപയെങ്കിലും യതീമക്കൾക്ക് അർഹതപ്പെട്ട പൈസയാണെങ്കിൽ മോനെ, നീ ആലിമാകട്ടെ, നീ ജാഹിലാകട്ടെ, നീ കൊടികെട്ടിയ പണ്ഡിതനാകട്ടെ, വജത്തിലേക്ക് കഴിക്കുന്നൊരു നരകത്തിന്റെ തീയാണ്. അവർക്ക് സഈർ എന്ന നരകത്തിന്റെ 4ാമത്തെ കവാടമാണ്. പക്ഷേ ഇഖ്ലാസോടെ യതീംഖാന നടത്തുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. 1 രൂപ പോലും ഹറാമായ രീതിയിലൂടെ അനാഥമക്കൾക്ക് അർഹതപ്പെട്ട പണം അടിച്ചു മാറ്റാറ്, കൈയിട്ട് വാരാറ്, 1 രൂപ പോലും പാഴാക്കാറ്, തൊട്ടാൽ പൊള്ളുന്ന പണം പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്ക് വല്ലാത്ത കൂലിയാണ്. പൊതുമുതൽ എന്നും അങ്ങനെ തന്നെയാണ്. യതീമക്കളുടെ സ്വത്തൊന്നു മാത്രമല്ല, അള്ളാന്റെ പള്ളിയുടെ സ്വത്തുണ്ടല്ലോ, കാണിക്ക വഞ്ചി പൊട്ടിച്ചുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഇരുന്ന് വളഞ്ഞിരുന്ന് എണ്ണുകയാണ്. അതിൽ നിന്ന് 1 രൂപയുടെ നാണയത്തൊട്ടറിയാതെ എണ്ണം തെറ്റിപ്പോയി, നീ എടുത്തിട്ടില്ല, എണ്ണം തെറ്റിയത് മാത്രമാണ് ചെയ്തത് എന്നതുപോലും ഹറാമാണ് മോനെ. ഇന്ന് സംഘടനകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് അറബി കോളേജിന്റെ അനാഥ മന്ദിരങ്ങളുടെ അവസ്ഥ എന്താണ്? ഇഖ്ലാസുള്ള പടച്ചോനെ പേടിയുള്ളവരെല്ലാം നടത്തുന്നതെങ്കിൽ വല്ലാത്ത അപകടം തന്നെ. നിന്റെ നരകത്തിന് പിന്നെ വേറെങ്ങും പോണ്ട. പള്ളിയുടെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് ജമാഅത്തിന്റെ വകയുള്ള പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് രജിസ്റ്റർ ബുക്ക് വരയിട്ട് കൊണ്ടിരിക്കുമ്പോ നിന്റെ 9 വയസ്സുള്ള മോള് ഓടി വരുന്ന, ഉപ്പാ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ടുവരുമ്പോ പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്ന് പൊതുമുതൽ ഉപയോഗിച്ച് വാങ്ങിയ പള്ളിയുടെ പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് 9 വയസ്സുകാരിയാറ് പൊന്നുമോളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് നീ ഒരു വര ഇങ്ങനെ ഒപ്പായിട്ടിട്ട് കൊടുത്താ നിനക്ക് നരകം നിർബന്ധമാണ്. ഇത് കളിയല്ല മോനെ, ഇത് തമാശയല്ല. പള്ളിയുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന കാപാലികന്മാരുടെ കൈകളിലല്ലേ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക പള്ളികളും സ്ഥിതി ചെയ്യുന്നത്. ഇമാമിങ്ങൾക്ക് വല്ലതും മിണ്ടാൻ പറ്റോ? മിണ്ടിയാലും തല പോയില്ലേ. കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ പെൺവാണിഭത്തിന്റെ നോട്ടീസ് അടിച്ചിറക്കി ഏത് പള്ളിയിൽ പാവപ്പെട്ട ഉസ്താദ് പോയിരുന്നാലും പാരയും ഫിത്തരയുമായിട്ട് ആളെ വിട്ടുകൊണ്ട് ലോകത്തൊരുപാട് പ്രശ്നമുണ്ടാക്കുന്ന പണപ്പൊതിയന്മാരെ. ഒരു ഉസ്താദിന് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉസ്താദിന് നല്ലതുപോലെ നെഞ്ചു വിരിച്ചിരുന്നുകൊണ്ട് പലിശക്കെതിരെ പ്രസംഗിക്കാൻ പറ്റോ? അങ്ങനെ പ്രസംഗിച്ചാൽ പലിശ ഹറാമാണ്, അവര് നരകത്തിന്റെ തീയാണെന്ന് പ്രസംഗിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരാൾ എഴുന്നേറ്റ് പറയും, പൊതിയോ ഉണ്ടായിരിക്കും, ആരും പോവരുത്. എന്താ? പിരിച്ചുവിടാൻ ഖത്തം പോകയാ മതി. സാധേ നല്ല സ്വരം രാഗം ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ശരിയാവില്ല പറഞ്ഞു. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാലോ പല പ്രാവശ്യവും തലയിൽ മുണ്ടിട്ട് ഓടിപ്പോയി ചെറുപ്പക്കാര് പിടിച്ച് കൂമ്പുളൊക്കെ ഇടി കൊടുത്ത ആളായിരിക്കും അവിടുത്തെ കമ്മിറ്റിയിലെ മെയിൻ ആള്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവര് വിചാരിക്കും ഇത് ഇവര് പണി കൊടുത്ത് പറയിപ്പിക്കുന്നതാ, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോവരുത്. അപ്പോഴും പണി മൂലായിരിക്കും കിട്ടും. എത്ര സ്ഥലത്ത് ഇതൊന്നും പറയാതിരിക്കാൻ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന 3000 രൂപ ശമ്പളം വാങ്ങുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അല്ലാന്റെ കോടതിയുണ്ട് മോനെ. ഷാറുബാക്കവിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവരമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് വിവരമുള്ളവർ തെറ്റ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്നത്. പ്രവാചകന്മാരില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് തെറ്റ് ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. തഴവ ഉസ്താദിന്റെ മഖാമിന് മുന്നിൽ നിന്ന് യാസീനോദി ഞാനും എന്റെ സുഹൃത്തുക്കളും ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരിക്കലും
ഇഖ്ലാസ് ഇല്ലാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് കൊണ്ടുവരുതെന്നാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, നിങ്ങൾ ആരെയും അടച്ചേഷിപ്പിക്കാനല്ല, നിങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. അള്ളാന്റെ കോടതി മറക്കല്ലേ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോ പലിശക്കാരന്റെ തലോടൽ കാണൂല്ല, വ്യഭിചാരിയുടെ സന്തോഷം കാണൂല്ല, അതേ രാഷ്ട്രീയ മേലാളന്മാരുടെ താങ്ങലും തടവലും കാണൂല. ഒറ്റയ്ക്കാണ് മോനെ, ഒറ്റയ്ക്കാണ് മോനെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അനാഥ മക്കളെ തൊട്ടുള്ള കളി വേണ്ട. യതീമക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കണേ. ഒരു അനാഥ പെൺകുട്ടിയുടെ കല്യാണം എന്നറിഞ്ഞാൽ, വാപ്പയില്ലാതെ വളർന്ന പൊന്നുമോളെ നിക്കാണെന്നറിഞ്ഞാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണേ. അതിനല്ലാന്റെ മുന്നിൽ വല്ലാത്ത കൂലിയാണ്, അതൊരിക്കലും പാഴായി പോവില്ല. കഴിവിന്റെ പരമാവധി അനാഥ മക്കളെ സ്നേഹിക്കാൻ പറ്റോ, സന്തോഷിപ്പിക്കാൻ പറ്റോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അവിടെ വിവാഹത്തിന് സഹായിക്കാൻ പറ്റോ, അത് വല്ലാത്ത സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ വാപ്പയില്ലാത്ത മക്കള് ഇപ്പൊ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടാവും. ശരിയാണ് ഉസ്താദേ, വാപ്പ മരിക്കുമ്പോഴാണ് വാപ്പാടെ വിലയെറിയുന്നത്. ഏറ്റവും വലിയ യതീമായി ദുനിയാവിൽ ജീവിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന് പറയുന്ന മദീനത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇവിടെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റസൂലുള്ള ചെയ്യുന്ന ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്തിൽ ഒന്നെന്താ, അനവക്കാഫിലുൽ യതീമി ഹാകദാ ഫിൽ ജന്ന. മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഈ രണ്ടു വിരലുപോലെ ചേർന്നിരിക്കും സ്വർഗത്തിലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അനാഥ മക്കൾ അത്രത്തോളം പൊട്ടിക്കരയുന്നത് കൊണ്ടാണ്, അനാഥ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വേദനിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കയറുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്ന കലണ്ടർ കൊണ്ടുവരുന്ന, രസീതും കൊണ്ടുവരുന്ന യതീമക്കളെ ആക്ഷേപിക്കല്ലേ. കൊടുക്കാനൊന്നുമില്ലെങ്കിലും പറഞ്ഞു വിട്ടോ, അല്ലാതെ അവരെ കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു വിടല്ലേ. ഒരനാഥ കുഞ്ഞ് നമ്മൾ കാരണമായി കരഞ്ഞ് ആ കണ്ണുനീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണ രക്ഷയില്ല മുസ്ലിമേ. അനാഥരാകുമ്പോഴാണ് അതിന്റെ സങ്കടം നിങ്ങൾക്കറിയുന്നത്. നിങ്ങളെ സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളില്ലാതെ ജീവിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 4 വയസ്സുകാർ, നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 3 വയസ്സുകാര്, നിന്റെ സഹാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത 10 വയസ്സുകാര്, നീ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പെരുന്നാളിന്റെ ഒരു ഷർട്ട് വാങ്ങി കൊടുക്കാൻ ആരാ ഉള്ളത്? പെരുന്നാളിന്റെ ഒരു നേരത്തെ ബിരിയാണി കൊടുക്കാൻ ആരാ ഉള്ളത്? എന്റെ വാപ്പച്ചയുണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗം അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു പിതാവാണ്, 3 മക്കളുടെ ഉപ്പയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവര്, എല്ലാ സരസ്വതും അത് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത എപ്പോഴും വരാറുണ്ട്. അത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. പാതിരാ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം കണ്ട് മൃഗങ്ങളെ പോലെ മലർന്നു കിടന്നിറങ്ങിയാ പോരെ മോനെ. കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും സമയം ചെലവഴിച്ചാ പോരെ മോനെ. ചൂട് മാറുന്നതിന് മുമ്പ് റിലീസാകുന്ന പടം കാണാൻ പോയി ആ തിയേറ്ററിന്റെ മുമ്പ് പോയി മുദ്രാവാക്യം മുഴക്കുന്നത് ആണത്വമാണെന്ന് കരുതുന്ന മടയന്മാരെ ആലോചിക്കുപോലെ എത്രയോ പേരെ അള്ളാഹു കിടപ്പിക്കളന്നില്ലേ, എത്രയോ പേരെ പച്ചമണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു മണ്ണിട്ട് മൂടിയില്ലേ. എന്നിട്ട് തഴവയുടെ കുറ്റിപ്പുറത്ത് ഈ വാല് കേൾക്കാൻ വരാ ഇത്രത്തോളം യുവാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് തന്നില്ലേ. 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവൂല മോനെ.
അതുകൊണ്ട് എന്നും ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവട്ടെ. തീർന്നില്ല എന്റെ സഹോദരങ്ങള്, നമ്മുടെ മക്കള് നമ്മളില്ലെങ്കിൽ എങ്ങനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ, ഉപ്പാന്ന് വിളിക്കുമ്പോ, ഉമ്മാന്ന് വിളിക്കുമ്പോ, രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുന്നു. വാപ്പച്ച് കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാൻ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ വയ്യപ്പ കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങളൊരു പക്ഷേ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ അനാഥ മക്കളെ സഹായിക്കാ ഒരു കനിവ് വന്നാൽ, ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചില്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറം ശരീഫിൽ ഹജ്ജിന് പോയി. പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നപ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലയോ അബ്ദുല്ലാഹ്, നിങ്ങൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത ഹജ്ജ് എന്നല്ല, നിങ്ങളുടെ കൂടെ ചെയ്ത ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 3 പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത്. ചാടി എഴുന്നേറ്റു, വീണ്ടും കിടന്നുറങ്ങി. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അബ്ദുല്ലാഹ്. ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡമസ്കസിലെ ചെരുപ്പ് കുത്തിയാര മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു. അയാൾ ഹജ്ജിന് വന്നില്ല. എങ്കിലും അല്ലാഹു അയാളെ ഹാജിയായി പരിഗണിച്ചു. എന്നിട്ട് അയാളുടെ ബറക്കത്ത് കൊണ്ട് ഇപ്രാവശ്യം സ്വീകരിക്കാത്ത എല്ലാ ഹജ്ജുകളും അല്ലാഹു സ്വീകരിച്ചു. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. തന്റെ വാഹനപ്പുറത്തേക്ക് കയറുകയാ. ഒരു കമ്പിളി കൊണ്ട് ശരീരം മൂടുകയാണ്. തണുപ്പുള്ള രാത്രിയാണ്. എന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഡമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്കപ്പുറമുള്ള രാജ്യം ലക്ഷ്യമാക്കിയിട്ട് പാതിരാ സമയത്ത് യാത്ര ചെയ്തു പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഡമസ്കസിൽ ചെന്നു. ഐന മുവഫഖ്, ഐന മുവഫഖ്, ഐന മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ എന്ന് ആ ഡമസ്കസിന്റെ പരിസരങ്ങളിൽ മുഴുവനും എന്ന് വിളിച്ചു ചോദിച്ചു. അവസാനം ഒരാൾ പറഞ്ഞു, ഈ ഡമസ്കസിൽ ഒരു മുവഫഖിനെ ഞങ്ങൾക്കറിയുള്ളൂ. ആ മുവഫഖിനെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ കാരണോ? അവര് പറയുന്നു, അബ്ദുല്ലാഹ്, ആ മുവഫഖ് ഒരു ചെരുപ്പ് കുത്തിയാണ്. അബ്ദുല്ലാഹ് ഡമസ്കസിന്റെ കമ്പോളത്തിന്റെ മൂലക്കിരുന്നു കൊണ്ട്, ചെറിയ ഒരു ഓലപ്പുരക്കകത്തിരുന്നു കൊണ്ട് സമ്പന്ന വർഗത്തിന്റെ വില കൂടിയ ചെരുപ്പ് പൊട്ടിപ്പോകുമ്പോ ആ ചെരുപ്പ് തന്റെ കൈകൊണ്ട് തച്ചു കൊടുക്കുന്ന, തുന്നിക്കൊടുക്കുന്ന ജോലിയാണ് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്കാ മുവഫഖിനെ മതി, എനിക്കാ മുവഫഖിനെ കണ്ടാ മതി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ മുവഫഖിനെ കാണാൻ വേണ്ടി ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ സലാം മടക്കിയിട്ട് മുവഫഖ് പുറത്തേക്ക് ഇറങ്ങി വന്നു. മുഷിഞ്ഞ വസ്ത്രമാണ് മുവഫഖ് ധരിച്ചിരുന്നത്. ചെരുപ്പ് കുത്തിയാറി മുവഫഖ് ജോലി ചെയ്യുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക്കിനെ കണ്ടപ്പോ മുവഫഖ് ചോദിച്ചു, എന്തേ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്താ വന്നത്? അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുവഫഖേ, നിനക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നോ? മക്കയും മദീനയും കാണാൻ നിനക്ക് കൊതിയുണ്ടായിരുന്നോ? ആ സമയത്ത് മുവഫഖ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹ്, എന്ന മക്കയുടെയും മദീനയുടെയും കാര്യം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ മുവഫഖ് പറയുന്നു, അബ്ദുല്ലാഹ്,
ഒരു ദിവസം ഞാൻ ചെരുപ്പ് കുത്തുമ്പോ കിട്ടുന്ന നാണയത്തൊട്ടുണ്ടല്ലോ, ആ നാണയത്തൊട്ടെന്റെ വീടിന്റെ ചിലവിന് പോലും തികയാറില്ല. പിന്നെ എങ്ങനാണ് എന്റെ ഹബീബിന്റെ റൗള കാണാൻ ഞാൻ പോകുന്നത്? എന്റെ ഈ തഴവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് രൂപ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവര്, വീഗാലാൻഡും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും എല്ലാം കറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ മദീന കാണണ്ടേ, മസ്ജിദ് നബവിയിൽ പോകണ്ടേ, പൊന്നാര നബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണ്ടേ മുസ്ലിം? ഇതാ ചെരുപ്പ് കുത്തിയാറ പാവപ്പെട്ടവനാട് പറയുന്നു, അബ്ദുല്ലാഹ് എനിക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഓരോരുത്തരും വന്ന് മദീനത്ത് പോകുന്ന കാര്യം പറയുമ്പോ എനിക്ക് കരച്ചിലാണ്. അവരോടൊക്കെ ദുആ ചെയ്യാ പറഞ്ഞു വിടലാണ് എന്റെ പതിവ്. പക്ഷേ അബ്ദുല്ലാഹ് അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന നാണയത്തൊട്ട് ഒരു ചെറിയ ടിന്നിനകത്ത് ഞാനിട്ട് ശേഖരിച്ചു വെച്ചു. അബ്ദുല്ലാഹ് ആ ടിന്നിന്റെ പുറത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എഴുതി വെച്ചു. അബ്ദുല്ലാഹ് പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് മോളെ കെട്ടിക്കാൻ പരിശ്രമിക്കുന്നവർ ആലോചിക്കണേ, പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നവർ ചിന്തിക്കണേ. അതുപോലെ ഒരു ആഗ്രഹമാണ് പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ റൗള കാണാ എന്ന് പറയുന്ന ഈ സാധുവാര സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹ് അങ്ങനെ ഒരു ദിവസം 3 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാനും മദീനത്ത് പോകാനും ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ പൈസയല്ല തികഞ്ഞു എന്ന് ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു. അബ്ദുല്ലാഹ് എന്നിട്ട് അതിന്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി. അബ്ദുല്ലാഹ് എനിക്ക് സന്തോഷമായി, എന്റെ ഹബീബിനെ കാണാ, എന്റെ മക്കത്ത് പോകാ പണമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് എന്നോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞതിക്കാ, എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട്. ഞാൻ ഗർഭവതിയാണല്ലോ, ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ? തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടുതരാ. നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ മുവഫക്കിന്റെ ഭാര്യക്ക് അത് ചോദിക്കാൻ പറ്റോ? ഭർത്താവിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, സ്വത്തില്ലല്ലോ. മുവഫക്കിനോട് വന്നു പറയാണ് കരഞ്ഞുകൊണ്ട്. മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, എനിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട്. ആലോചിക്കണേ എന്റെ തഴവ കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ, 2 മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, പേരയ്ക്ക വേണോ, നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടുതരൂലേ? മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, ഇറച്ചിയുടെ ഒരൽപ്പം ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ എന്റെ കയ്യില് കാശില്ലല്ലോ, ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. ഇതെന്റെ റസൂലുള്ളാഹ് കാണാനാണ്, ഇതെനിക്ക് മക്കത്ത് പോകാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോ മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ കാശ് എടുക്കണ്ട, അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല. മറിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ അപ്പുറത്തെ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ, അതിന്റെ രുചി ഇങ്ങനെ
അങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചു പോയതാണ്. അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല. അവിടെ നിന്ന് ഇറച്ചിച്ചാറിന്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ, നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഇത്തയോട്, എന്റെ ഭാര്യ ഗർഭവതിയാണ്, ആ ഗർഭവതിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് തരണമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മൂഫക്ക് ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ, മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ മൂഫക്ക പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയൽ വീട്ടിലെ സഹോദരി പറയുന്നു, മൂഫക്കേ ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല. മൂഫക്ക് ചോദിച്ചു, എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു? ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത്. ആ സമയത്താണ് മൂഫക്കിനോട് ആ പെണ്ണ് പറയുന്നത്, മൂഫക്കേ എന്റെ ഭർത്താവ് മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ. എന്റെ ഭർത്താവ് മരിക്കുമ്പോ 2 മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത്. വാപ്പയില്ലാതെ ആ മക്കള് കരയാത്ത ദിവസമില്ല, വാപ്പയില്ലാതെ ആ മക്കള് സങ്കടപ്പെടാത്ത ദിവസമില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു. വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോയ സ്വത്ത് മുഴുവനും തീർന്നു പോയി. ഇന്നവര് പട്ടിണിയാണ്. മൂഫക്കേ ഞാൻ എവിടെ വന്ന് കൈനീട്ടാനാണ്? എന്റെ അടുത്ത് താമസിക്കുന്ന മൂഫക്കയെ നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് മൂഫക്കയെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത്. പിന്നെ എവിടെ നിന്നാണ് പെങ്ങളെ നിനക്ക് ഇറച്ചി എന്ന് ചോദിച്ചപ്പോ ആ പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുന്നു, മൂഫക്കയെ എന്റെ മക്കള് ഒന്നും കഴിക്കാതെ കരഞ്ഞ് 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 മരിക്കുമെന്നുറപ്പായപ്പോ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മൂഫക്കേ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ എന്റെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കുറെ ദൂരത്ത് പക്ഷികളെന്തോ കൊത്തി വലിക്കുന്നത് കണ്ടു. മൂഫക്കേ പക്ഷികളെന്തോ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. മൂഫക്കേ ഞാൻ അവിടെ ഓടിച്ചെന്ന് മൂഫക്കേ ചെന്ന് നോക്കുമ്പോ ഒരു ചത്തുപോയ കോവർ കഴുതയുടെ ശവമാണ്. മൂഫക്കേ ചത്തുമലന്ന് കിടക്കുന്ന കോവർ കഴുത, ജനങ്ങൾ ഒരുപാട് വെറുക്കുന്ന കോവർ കഴുത, ആ കോവർ കഴുതയുടെ ശരീരമാണ് ആ പക്ഷികൾ കൊത്തി വലിച്ചു കൊണ്ടിരിക്കുന്നത്. മൂഫക്കേ അത് കണ്ടപ്പോ ഞാൻ മരുഭൂമിയുടെ മണ്ണുവാരി പക്ഷികളെ എറിഞ്ഞോടിച്ചു. മൂഫക്കേ എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്നതായിരിക്കാ, എന്റെ പിഞ്ചോമന മക്കൾക്ക് കൊടുക്കാൻ എന്റെ കരുണക്കടലാറ പടച്ചതമ്പുരാ തന്നതായിരിക്കാമെന്ന് പറഞ്ഞ് ആ കോവർ കഴുതയെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഈ വീട്ടിന്റെ അകത്ത് തയ്യാറാക്കുന്ന പാചകത്തിന്റെ സ്വാദാണ് നിങ്ങളുടെ ഭാര്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മാംസമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ മൂഫക്ക് ഞെട്ടിത്തരിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. മൂഫക്കേ ആ കോവർ കഴുതയുടെ മാംസമാണ് എന്റെ വീട്ടിന്റെ അകത്തുള്ള യതീമക്കൾക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കയ്യിലിരിക്കുന്ന ഇറച്ചിച്ചാറ് വാങ്ങാൻ കൊണ്ടുവന്ന പാത്രമില്ലേ, മൂഫക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞില്ലേ? എന്നിട്ട് തന്റെ ചെറ്റക്കൂരയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇറച്ചിക്കറി വാങ്ങാൻ കാത്തിരിക്കുന്ന ഭാര്യയോട് പറയുന്നു, മാറി നിൽക്കു പെണ്ണേ. തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോയി റസൂലുള്ളാഹിയുടെ റൗള കാണാൻ ഹജ്ജിന് പോകാൻ വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഒന്നുപോലും ബാക്കി വെക്കാതെ മുഴുവനും വാരിയെടുക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് മദീനത്ത് വരണമെന്ന്
ആഗ്രഹമുണ്ടെങ്കിലും അതിനെനിക്ക് കഴിയൂല നബിയേ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂല നബിയേ. എന്റെ വീടിന്റെ അടുത്ത് അനാഥ മക്കൾ ഇത്രത്തോളം പട്ടിണി കിടന്നുകൊണ്ട് ചത്തുപോരെ കോവർ കഴുതയുടെ മാംസം കഴിക്കുമ്പോ എനിക്കെന്തു മദീന, എനിക്കെന്തു മക്ക എന്ന് പറഞ്ഞ പണം മുഴുവനും കൊണ്ടുവന്ന് യതീമക്കളെ വാരി പുണർന്നുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറയുന്ന മക്കളെ, ഇനി മുവഫഖ് നിങ്ങൾക്കുള്ളതാണ് മക്കളെ. അറിഞ്ഞിരുന്നില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയത്തൊട്ടുകൾ മുഴുവനും അനാഥ മക്കൾക്ക് സ്വതക്ക കൊടുത്തിട്ട് കണ്ണീരോടെ തിരിച്ചിറങ്ങി വന്നു എന്ന് മുവഫഖ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് രണ്ട് കൈയും പിരിച്ച് മുവഫഖിനെ വാരി പുണരുകയാണ്. എന്നിട്ട് പറയുന്നു, മുവഫഖേ, നീ ഹജ്ജിന് പോയില്ലെങ്കിൽ എന്താ, അള്ളാഹു നിന്നെ ഹാജിയായി പരിഗണിച്ചിരിക്കുന്നു മുവഫഖേ. സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ പോലും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു മുവഫഖേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങള്, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാര്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അനാഥ മക്കളെ സഹായിക്കുന്നത് സൃഷ്ടാവിന് വലിയ ഇഷ്ടമാണ് എന്നും അതിനാണ് അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ വ്യാജമാക്കിയവർ, ദീനിനെ കളവാക്കിയവർ ആരെന്ന് നിങ്ങൾക്കറിയോ നബിയേ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവര് ബാബരി മസ്ജിദ് പൊളിച്ചവരല്ല, അവര് ഖുർആൻ കപ്പിച്ചവരല്ല, അവര് ഉസ്താദുമാർക്കെതിരെ പ്രവർത്തിച്ചവരല്ല. ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവരനാഥ മക്കളെ ആട്ടി ഓടിച്ചവർ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അവർ അനാഥ മക്കളെ ആട്ടി ഓടിച്ചവർ. അനാഥ മക്കളുടെ നിക്കാഹിന്, പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹിനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് എന്റെ പ്രിയമുള്ളവരെ മനോഹരമായ മറ്റൊരു ചരിത്രമുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. കടന്നാൽ എന്റെ വിഷയം ഇന്നും തീരുകയില്ല. നരകമെന്ന് പറയുന്ന വിഷയത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സർവസൃഷ്ടാവാര പടച്ചുറപ്പിനോട് കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം. അഞ്ചാമത്തെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ അഞ്ചാമത്തെ കവാടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ രൂപം ഞാനൊന്ന് പരിചയപ്പെടുത്താം. സൗസിലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലവാഹത്തുൽ ലിൽ ബശർ ലാ തുബ്ഖി വലാ തദർ അലൈഹാ 19. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം അള്ളാഹു ആർക്കാണ് കൊടുക്കുന്നത്? സഖർ. സഖർ എന്നാണ് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിന്റെ പേര്. ആ സഖർ എന്ന് പറയുന്ന കവാടത്തിന്റെ രൂപമാണ് അള്ളാഹു പിന്നെ വിശദീകരിക്കുന്നത്. വമാ അദ്റാക മാ സഖർ. നബിയെ, സഖർ എന്ന് പറഞ്ഞ കവാടം എന്തെന്ന് നബിതങ്ങളെ അവിടത്തേക്ക് അറിയുമോ? ലാ തുബ്ഖി വലാ തദർ. ആ സഖറിലേക്ക് മനുഷ്യരെ കടത്തിയാൽ ശരീരത്തിന്റെ ഒരൽപ്പം പോലും മെച്ചമുണ്ടാകൂല, മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാണ്. അലൈഹാ 19 മലക്കുകളെ ആ സഖർ എന്ന് പറയുന്ന കവാടം നോക്കാൻ വേണ്ടി മാത്രം അള്ളാഹു പടച്ചിരിക്കുകയാണ്. 19 മലക്കുകളെ സഖർ എന്ന് പറയുന്ന കവാടത്തിൽ നിന്ന് കടന്നു വരുന്നവരെ നോക്കാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ്. യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. അല്ലാഹു പറയുകയാണ്, ഖുർആനാണ് ഈ ഓതുന്നത്. എങ്ങനെയാണ് അഞ്ചാമത്തെ കവാടത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതെന്നറിയോ? മൂക്കുകുത്തി വലിച്ചടച്ചു കൊണ്ടുപോകുമെന്നാണ്. യൗമ യുസ്ഹബൂ
മൂക്ക് നിലത്ത് തട്ടുന്ന രീതിയിൽ വലിച്ചഴച്ചുകൊണ്ട് പോകുന്നവരാണ്. എന്നിട്ട് സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ കവാടത്തിൽ എറിഞ്ഞിട്ട് മലക്കുകൾ പറയുമത്രേ, നീ അനുഭവിച്ചു കൊള്ളുക, നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കൂ. ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവർ ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ, അല്ലയോ സഖറിനകത്ത് കടന്നുപോയവരെ, നിങ്ങൾ എന്തേ സഖറിലായി പോയി, ബാക്കിയുള്ള നരകത്തിന്റെ കവാടത്തിലൊന്നും കടക്കാട് എന്തേ ഈ കവാടത്തിന്റെ അകത്ത് നിങ്ങളായി പോയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാരണങ്ങളാണ് സഖറിലേക്ക് അവരെ കൊണ്ടുപോയത്. ആ കാരണം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മളും സഖറിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്ന നരകാവകാശികള് കാരണങ്ങൾ പറയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ആ കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോ എന്റെ തഴവ കുറ്റിപ്പുറത്ത് വാത് കേൾക്കാവുന്ന സഹോദരങ്ങള്, ഈ കാരണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വന്നു പോയാ നമ്മളും ആ സഖറിലാണ്. അഞ്ചാമത്തെ കവാടമാണ് സഖറിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ കാരണം അവര് പറയുകയാണ്, കാലൂ, ഇത് ഖുർആനായത്തുകളാണ്. അവരോട് ചോദിക്കുന്നതും അവര് മറുപടി കൊടുക്കുന്നതുമല്ല അല്ലാഹുവിന്റെ ഖുർആനാണ് ഈ പറയുന്നത്. ഖാലൂ, സഖറിനകത്ത് കിടക്കുന്നവര് പറയുന്നു, ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ഈ സഖറിന്റെ അകത്ത് ഞങ്ങളായി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾക്ക് നിസ്കാരമില്ലായിരുന്നു. വാക്കവിയുടെ വാദം എന്ന് പറയുമ്പോ ബൈക്കിലൂടെ ഒരു ബൈക്കിൽ 4-5 പേര് കയറിയിരുന്നു വാത് കേൾക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. നബിദിനമെന്ന് പറയുമ്പോ ഞരമ്പിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ റിബൺ കെട്ടിയിട്ട് നബിദിനാഘോഷത്തിന് ഞങ്ങൾ ഇറങ്ങും. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയുടെ പരിപാലനക്കാരാണ്, പള്ളിയിലെ വലിയ നേതൃത്വം വഹിക്കുന്നവരാണ്. വെള്ളിയാഴ്ച വന്ന് ബക്കറ്റ് എണ്ണലല്ലാതെ ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾക്ക് നിസ്കാരമില്ല. സഹോദരിമാരെ, എന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾ വാത് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനുഷ്യരെ. നൗഷാദ് ബാക്കവി മുവഫക്കിന്റെ ചരിത്രം പറഞ്ഞപ്പോ തലയിൽ കിടന്ന ചാളുകൊണ്ട് കണ്ണീര് തുടച്ച പെങ്ങളെ, ഈ കണ്ണീര് കൊണ്ട് അർത്ഥമില്ലാതാകുന്നത് എപ്പോഴെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലാണ്. നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഈ കണ്ണീരിന്റെ പേര് കള്ളക്കണ്ണീരെന്നാണ്. നിസ്കാരമില്ലെങ്കിൽ സകലതും പോയി. ഒന്നാമത്തെ കാര്യം അതല്ലേ. അതുകൊണ്ട് ഈ രാത്രി തന്നെ തീരുമാനിച്ചോ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. വെറുതെ നിസ്കരിച്ചാ പോരാ, ഭയത്തോടെ ഈമാനോടെ തഖ്വയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ കൂലി കിട്ടൂല. വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് നിസ്കാരം ഒരു ഫാഷനാണ്. നിസ്കാരം ഒരു ഫാഷൻ. കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. പള്ളിയിലെ ജമാഅത്ത് കഴിയുമ്പോഴേ തുടങ്ങുള്ളൂ. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കഴിയുമ്പോ പുറകിൽ നിസ്കരിക്കൊണ്ടിരിക്കണോ എല്ലാരും നോക്കോ, അല്ലോ ജിബ്രീൽ ഒരു കർച്ചിപ്പ് കൊടുത്തു, അല്ലാഹു അക്ബർ. കാരണം മനഃപൂർവ്വം താമസിച്ചു വന്നതാ. നേരത്തെ ഒന്നു കൊടുത്ത് കയറാമായിരുന്നു. പൈപ്പിന്റെ മുട്ടിയിരുന്ന് പല്ലും കുത്തി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. മനഃപൂർവ്വം താമസിച്ചു വന്നതാ. എന്നിട്ട് ചില സഹോദരങ്ങളുണ്ട്, അവർക്ക് ഇമാമത്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എത്ര പേരുണ്ടെങ്കിലും തള്ളി മാറ്റിയിട്ട് കയറി കർച്ചിപ്പൊക്കെ തലവെച്ച് ഭയങ്കര ഇമാമത്ത്. ഒരിക്കൽ ഇതുപോലെ മാലിക നിസ്കാരത്തിന്റെ സമയത്ത് ഒരാൾക്ക് 6:30 ബസ്സാണ്. പെട്ടെന്ന് തന്നെ വന്ന് ഒന്നു കൊടുത്ത് വള്ളിക്കകത്ത് കയറിയപ്പോ ഒരാൾ ഇമാമത്തിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ. ഭയങ്കര നിസ്കാരോ, കാല് ഒരു കാലം അവിടെ ഒരു കാലം ഇവിടെ, ഇടയിൽ 4 പേർക്ക് വേറെ സഫ് വയ്ക്കാം. അങ്ങനെ നിസ്കരിക്കാം. ഫാത്തിഹ തീർന്നു തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ
തീരണില്ല. കുലിയായുൽ കാഫിറൂൻ തീരണില്ല. ഇതിങ്ങനെ ഓതിക്കൊണ്ട് വന്നപ്പോ പുറകിലിരിക്കുന്ന ആളിങ്ങനെ കൈ അടിച്ചിട്ട് വായിച്ചു നോക്കി, ഇത് എന്തോടെ ഇത് അത് സൂറത്ത് ബക്കറക്കാരും വരുന്നത് തീരണില്ല കുറെ കാലം. ഉടനെ ഇയാളെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, അളയാ പെട്ടെന്ന് തീർക്കൂടെ 2 മിനിറ്റ്, എനിക്കാണെങ്കിൽ ബസ് ഇപ്പൊ വരും, അതുകൊണ്ടാണ്. ഉടനെ ഏതെങ്കിലും ഒരു സൂറത്ത് കാഫിരീൻ തീർക്കാൻ പറഞ്ഞപ്പോ കാഫിർ എന്ന് പറഞ്ഞ അങ്ങ് നിർത്തി. പിന്നെ ചില ആൾക്കാർക്ക് വലിയ മഹ്റജ് വിടലാണ് അല്ലേ? ഇപ്പൊ റമദാനൊക്കെ വരുമ്പോ നമുക്ക് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഇത് ചില ആൾക്കാർ പറഞ്ഞു തരുമ്പോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് മോദി മാമ ഷാളും കൊണ്ട് വേണം തുപ്പൽ ഉടച്ചോളാം. എല്ലാ പള്ളിയിലുള്ളവർ അറിഞ്ഞുടങ്ങി ഉണ്ടായിരുന്നാലും മതി, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരണമെന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇത് അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചു പറയണം, ഇല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് നമ്മൾ കുളമാക്കരുത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര വസ്വാസി, എത്ര ഓതിയാലും ശരിയാവൂല, കൈ കെട്ടിയിട്ട് എന്ന് പറയുമ്പോ അടുത്തേക്കുന്ന ആള് പെറിച്ച് അവധി ചെന്ന് വീഴും. നമ്മുടെ ഒരു മയത്തില് ഫാത്തിഹയൊക്കെ നമ്മൾ മയത്തില് മര്യാദയ്ക്ക് ഓതിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഒരുപാട് നമ്മൾ അങ്ങോട്ട് നോക്കാൻ തുടങ്ങിയാൽ ചിലപ്പോ ഒന്നും ശരിയാവൂല. ഒരാൾ പുറകിക്കുന്ന ഒരാൾ നീ ആക്കണ്ട ഞാൻ ആക്കാം, കുറെ നേരം കൊണ്ട് നീ ഒറ്റയ്ക്ക് ആക്കല്ലേ, ഇനി ഞാൻ ആക്കാന്ന് പറഞ്ഞ് മാറി പോകാൻ. കാരണം ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ ഇമാമത്ത് നിൽക്കണ്ടെന്നല്ല, ഇമാമത്ത് നിൽക്കണം, നമ്മൾ അങ്ങനെ ശീലിക്കണം. പക്ഷെ അതിനൊരു മര്യാദ വേണം. നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യണം. ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇന്ന് തഴവ കുറ്റിപ്പുറത്ത് വന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ പറയുന്ന പോലെ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് കിടന്നാൽ ആ നിസ്കാരത്തിന് വല്ലാത്ത സുഖമാണ്. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കാരത്തിന് സമയമായ എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി നിർത്തുകയാണ്. ഞാൻ പൂർണ്ണമായി എടുക്കുകയാണ്, എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി വെക്കുകയാണ്. എന്നിട്ട് നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ കഅബാലയത്തിനെ എന്റെ മുമ്പിലാണെന്ന് ഞാൻ സങ്കല്പിക്കുമെത്രേ. ഇന്നിവിടുന്ന് പോകുന്നവർ നിസ്കരിക്കുമ്പോൾ കഅബാലയം എന്റെ മുമ്പിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു 2 റക്അത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ? അല്ലാഹുവിന്റെ കഅബ എന്റെ മുമ്പിലാണെന്നൊന്ന് സങ്കല്പിക്കുമോ? എന്നിട്ടോ വജഅല സിറാത തഹത ഖദമി, എന്റെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം എന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. എന്റെ 2 കാലിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം. എത്ര പേടിയായിരിക്കും ചിന്തിക്കണേ, എത്ര ഭയമായിരിക്കും ചിന്തിക്കണേ. വജഅലൽ ജന്ന, സ്വർഗത്തെ എന്റെ വലതുഭാഗത്താക്കും. മനോഹരമായ അരുവികളുള്ള, പറവകളുള്ള, പുഷ്പങ്ങളുള്ള, തോട്ടങ്ങളുള്ള, സൗന്ദര്യമുള്ള സ്വർഗം. ആ സ്വർഗം എന്റെ വലതുഭാഗത്താണെന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. വജഅലന്നാർ, നരകമില്ലേ, ഇന്നലെയും ഇന്നുമായി വേദനയോടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആളി പടർന്നുകൊണ്ടിരിക്കുന്ന നരകമില്ലേ, ആ നരകം എന്റെ ഇടതുഭാഗത്താണെന്ന് മനസ്സുകൊണ്ട് ഞാൻ സങ്കല്പിക്കും. വജഅല മലക്കുൽ മൗത്ത് അസ്റായീൽ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം എന്റെ പുറകിലാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും. സലാം വീട്ടിയിട്ട് എന്റെ റൂഹ് പിടിക്കാൻ അസ്റായീലിന്റെ പുറകിൽ വന്ന് നിൽക്കാണെന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വാച്ച് നോക്കി, ക്ലോക്ക് നോക്കിയല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? തലചൊറിഞ്ഞല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? അസ്റായീൽ പുറകിലുണ്ടെന്ന് ചിന്തിച്ച്, സിറാത്ത് പാലത്തിന്റെ മുകളിലാണ് നീയെന്ന് ചിന്തിച്ച്, നരകമാണ് ഇടതുഭാഗത്തെന്ന് ചിന്തിച്ച് നിസ്കരിക്കാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമുക്ക് കഴിയണേ. ഒന്നാമത് പറഞ്ഞത് ഒന്ന് പൂർണ്ണമായിട്ട് എടുക്കും, അങ്ങനെ തന്നെ എടുക്കണം.
വുളു പൂർണ്ണമായിട്ട് തന്നെ എടുക്കണം. സഹോദരങ്ങളൊക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, പള്ളിയിൽ ബാത്റൂമിലേക്ക് നമ്മൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ നമുക്ക് നേരമില്ല. മൊബൈൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വെച്ചതാ, ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചെവിയിലും ഒരു കൈ ഇങ്ങനെ സിബിലുമാണ്. അല്ലെ ഞാൻ ബാത്റൂമിലാണോ ഓക്കട പിന്നോട് ഓക്കട. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴും അങ്ങനെ തന്നെ. നല്ലതുപോലെ മൂത്രം പോയി തീരുന്നതിന് മുമ്പ് നാം എല്ലാം ക്ലിയർ ആക്കി കഴുകി ശുചിയാക്കി ഉളു എടുക്കാൻ വേണ്ടി വന്ന് ഈ പൈപ്പിന്റെ ചുവട്ടിലുള്ള കല്ലിലേക്ക് ഇരിക്കുമ്പോൾ 2 തുള്ളി അങ്ങ് വീഴും. അപ്പൊ ഞാൻ പറയാം, അൽഹംദുലില്ലാഹ്, ഒരു ചെറിയ റാഹത്ത് കിട്ടി. റാഹത്തല്ല മോനെ, കറാഹത്ത കിട്ടാൻ മോനെ. ഇത് 2 തുള്ളി വീണത് നജസല്ലേ? നിന്റെ വസ്ത്രത്തിലേക്കാ ഇത് വീണത്. സുജൂദിൽ പോകുമ്പോ ബാക്കിയുള്ള എല്ലാ തുള്ളിയും പോകുമ്പോ സുബ്ഹാന റബ്ബിൽ അഅ്ലാ, എന്ത് രസമാണ്, വലിയ ആശ്വാസമായി. ആലോചിച്ച്, ഇത് ആർക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്? ഇന്ന് ആർക്കും നേരമില്ല. ബൈക്കിൽ പോണ കണ്ടിട്ടില്ലേ, ചെവിതാ ഇങ്ങനെ, ഞാൻ തലവ തിരിഞ്ഞിട്ട് അങ്ങനെ തിരിയാ ബൈക്കിൽ തല ഇങ്ങനെ. ഇതിനാണ് യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറയാം. ഇതാണ് തല തിരിഞ്ഞത്. സഹോദരിമാർക്ക് വരെ അങ്ങനല്ലേ? വീട്ടിൽ മലക്കറി എരിയുമ്പോഴും മീൻ കണ്ടിക്കുമ്പോഴും ഇങ്ങനെ മത്സ്യം എടുത്ത് ഇന്ന് അയലയാടി കിട്ടിയ തല ഇങ്ങനെ വെച്ചിരിക്കും. മൊബൈൽ ഇവിടെ ഇങ്ങനെ ഫെവിക്കോൾ വാങ്ങിച്ച് തേച്ചങ്ങ് വെച്ചാൽ മതി. മൊബൈൽ എപ്പോഴും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ. നമുക്ക് ആവശ്യത്തിന് വേണം, അത്യാവശ്യത്തിന് വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ പള്ളിക്കകം പോലും സുജൂദിലേക്ക് പോകുമ്പോ സൈലന്റ് ആക്കി മൊബൈൽ ഇങ്ങനെ ബെല്ല് കത്തി. ഉടനെ പറയാം, അളിയാ നിസ്കാരത്തിലാണ്, സലാം വിട്ടിട്ട് വിളി, അസ്സലാമു അലൈക്കും, അല്ലാഹു അക്ബർ. ഇതാരും നമ്മൾ നിസ്കാരത്തിനോട് കാണിക്കുന്ന ഗൗരവക്കുറവാണ്, ഖൗഫില്ലായ്മയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അതാണ്. എല്ലാം ഉണ്ട്, പക്ഷെ നിസ്കാരമില്ല. എല്ലാ കാര്യത്തിലും മിടുക്കനാണ്, പക്ഷെ നിസ്കാരം എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പെട്ടുപോയത് എന്ന് നരകത്തിന്റെ 5ാമത്തെ കവാടത്തിൽ കിടക്കുന്ന മനുഷ്യർ പറയുന്നു. എന്നാൽ നരകത്തിൽ കടന്നുപോയ, സഖറിൽ കടന്നുപോയവര് രണ്ടാമത് പറയുന്നതെന്തെന്നറിയോ? ലം നകുനു തീമുൽ മിസ്കീൻ. ഞങ്ങളുടെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ? സഖർ എന്ന് പറയുന്ന ഏറ്റവും ഭയാനകരമായ നരകത്തിന്റെ 5ാമത്തെ കവാടത്തിൽ കടന്ന ഒന്നാമത്തെ കാരണം നിസ്കാരമില്ലാത്തതാണെങ്കിൽ രണ്ടാമത്തെ കാരണം എന്തേ? ലം നകുനു തീമുൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ഞങ്ങളാരും ഭക്ഷണം കൊടുക്കൂല. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കൂല. ആ പരിപാടി ഞങ്ങൾക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നുസ്റത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ പലരും പറഞ്ഞില്ലേ, ഇവിടെ തഴവേല് പാവപ്പെട്ടവരില്ല, തഴവേല് പാവപ്പെട്ടവരില്ല. നിങ്ങൾ ആർക്കാണ് പണപ്പിരിവ് നടത്തുന്നത്? നിങ്ങൾക്ക് മുട്ടടിക്കാനല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്നെ പാവപ്പെട്ടവരിൽ ഏറ്റവും ചെറിയ പാവപ്പെട്ടവനാക്കാൻ അള്ളാന് കഴിവുണ്ട് കേട്ടോ. അത് നമ്മൾ ആരും മറക്കല്ലേ. പ്രിയപ്പെട്ടവരെ, കിളിമാനൂര് പാപ്പാലയം എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ, കല്യാണത്തിന്റെ മണവറയ്ക്കകത്താണ് ആ സഹോദരന്റെ കഫം പൊതിഞ്ഞത്. മണവറയുടെ അകത്ത് വെച്ചാണ് ആ സഹോദരന്റെ കഫം പുടവ പൊതിഞ്ഞത്. ഞാനാണ് ആ വീട്ടിലേക്ക് മയ്യത്ത് പൊതിയാൻ വേണ്ടി ചെന്നത്. വളരെ സങ്കടം തോന്നി. 30 വയസ്സിനകത്ത് പ്രായമുള്ള സഹോദരനാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. എന്തേ? വരുന്നവരൊക്കെ പറയുകയാണ്, യവനിതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, ഉപ്പാ, ഈ സഹോദരൻ മനഃപൂർവ്വം മരിച്ചതല്ലല്ലോ, അള്ളാന്റെ തീരുമാനമായപ്പോ മരണപ്പെട്ടു പോയതല്ലേ. ആ സമയത്താണ് അവര് പറയുന്നത്, ഉസ്താദേ, ഇവന് മാരകമായ രോഗമായിരുന്നു, 3 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂലാന്ന് 2 വർഷത്തിന് മുമ്പ് RCCയിലെ, തിരുവനന്തപുരം RCCയില് വിദഗ്ധനായ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത രോഗത്തിനുടമയായിരുന്നു യവൻ. പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത്? പിന്നെന്തിനാണ് നിക്കാഹിന് പോയത്? ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടവര് കരയുമ്പോൾ, ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു പോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ, ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ വീട്ടില് ഞങ്ങള് 4 പെൺമക്കളാ.
ഞങ്ങൾ 4 പെമ്മക്കളായിരുന്നു ഉസ്താദേ. എനിക്ക് വാപ്പച്ചിയില്ല. എന്റെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി. എന്റെ ഉമ്മയാണ് എന്റെ 3 യുക്തമാരെയും നിക്കാഹ് ചെയ്യിപ്പിച്ചേക്കാൻ ഓടി നടന്നത്. എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും. നമ്മൾ അറിയില്ലല്ലോ, നമുക്ക് നേരമില്ലല്ലോ. ജുമാ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ദുനിയാവിന്റെ കാര്യത്തിനിറങ്ങി ഓടുമ്പോ കർച്ചീപ്പും വിരിച്ച് മുമ്പിലിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ. അങ്ങനെ ആ പെങ്ങള് പറയുന്നു, എന്റെ 3 ഇത്തച്ചിമാരെയും എന്റെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണപ്പിരിവ് നടത്തിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്തു വന്നിരുന്ന് പലപ്പോഴും കരയാറുണ്ട്. അവസാനം എന്റെ നിക്കാഹിന്റെ സമയമായപ്പോ ഉസ്താദേ എന്റെ ഉമ്മിച്ചാന്റെ കാല് മുറിച്ചു. ഷുഗർ ബാധിച്ചുകൊണ്ട് എന്റെ ഉമ്മാന്റെ കാല് മുറിച്ചു. മറ്റേ കാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനി വടിവിട്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു. ഉസ്താദേ എന്നും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയും, നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ. നിന്നെ പ്രസവിച്ചതിന്റെ അന്ന് വാപ്പ മരിച്ചില്ലേ? നിന്റെ നിക്കാഹിന് സമയമായപ്പോ എന്റെ കാല് പോയില്ലേ? ഇനി എങ്ങനെയാണ് മോളെ പുര നിറഞ്ഞു നിൽക്കുന്ന നിന്നെ പറഞ്ഞു വിടുക എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ ഉസ്താദേ ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ ഈമാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അവസാനം എന്നോടൊരു സുഹൃത്ത് വന്നു പറഞ്ഞു, പെണ്ണേ സ്ത്രീധനം വേണ്ട, കൈമണി വേണ്ട, അച്ചാരം വേണ്ട, ഒരു നിക്കാഹിന് ഒരുങ്ങിക്കോ. ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടാൽ 1 രൂപ പോലും വാങ്ങാതെ നിന്നെ കെട്ടാനൊരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു. അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത്. കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോട് അയാള് പറഞ്ഞു, പെണ്ണേ ഏത് സമയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണ് എന്റേത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ. 3 വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാരി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ഭാര്യ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞ്, ഇതാണ് എന്റെ ആഗ്രഹം. നിനക്ക് നിക്കാഹിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും, ഉസ്താദേ എന്റെ ഉമ്മയോട് പറയാറ്, എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ്, ആരോടും പറയാറ് അള്ളാഹു ചിലപ്പോ രോഗം മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് ഞാൻ ആ നിക്കാഹിന് സമ്മതം മൂളി ഉസ്താദേ. അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് ആ പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 3 കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ. ആ പാവപ്പെട്ട പൊന്നുപോലെ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ ശാപം നമ്മുടെ തലയൊന്ന് പോകൂല പണക്കൊതിയന്മാരെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഇതിന് ഔഷാദ് ബാക്കവി പറയുമ്പോ ഈ സംഘടന എതിർക്കുന്ന ചില ആൾക്കാര് പറയും, ബാക്കവിക്കത് പറയാ ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായി നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാ. വാപ്പ മരിച്ചുപോര പാവപ്പെട്ട സൗന്ദര്യമില്ലാത്ത 4-5 പെൺമക്കളെ കൊണ്ട് പൊറുതിമുട്ടിപ്പോര കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൗഷാദ് ബാക്കവി വിവാഹം കഴിച്ചത്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഇതെന്തിനാണ് പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കാൻ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കത്ത് പാവപ്പെട്ടവരോടൊരു കനിവ് തോന്നാ, സാധുക്കളോടൊരു കനിവ് തോന്നാൻ വേണ്ടിയാ പറയുന്നത്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറയാനുണ്ട്. 6ാമത്തെ കവാടം
നരകത്തിന്റെ 6ാമത്തെ കവാടത്തിന്റെ പേര് ഹാവിയ എന്നാണ്. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഹാവിയ എന്ന നരകമാണ്. നന്മയും തിന്മയും അള്ളാഹു തൂക്കി നോക്കുമ്പോൾ തിന്മയുടെ ഭാരം കൂടുതലും നന്മയുടെ ഭാരം കുറവും ആർക്കാണോ അവർക്കാണ് ഹാവിയ എന്ന നരകം അള്ളാഹു കൊടുക്കുന്നത്. 7ാമത്തെ നരകത്തിന്റെ കവാടത്തിന്റെ പേര്. അപ്പൊ ഈ നന്മയുടെ ഭാരം കൂടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യണം. തിന്മയുടെ ഭാരം കൂടാൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിന്മയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് തിന്മയുടെ ഭാരം കൂട്ടും. ഇന്ന് പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് രാഷ്ട്രീയ ചർച്ച, പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് വസ്തു കച്ചവടം. ഇനി മറ്റേ വസ്തു എന്തരാടെ, ഇതിന്റെ എന്തരാടെ, 50,000 ഇങ്ങോട്ട് താടെ, 25,000 അങ്ങോട്ട് താടെ, ഇതൊക്കെ പള്ളിക്കകത്തിരുന്ന ഇത് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നന്മ തിന്മ തൂക്കുമ്പോൾ തിന്മയുടെ ഭാരം ഒരുപാട് കൂടുന്നതിന് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വത്ത്, അനാഥ മക്കളുടേത്, മുത്തഅല്ലിമീങ്ങളുടെ പൈസ, ഉസ്താദുമാരുടെ പൈസ, ഇതൊക്കെ വെട്ടി വിലുങ്ങി വയറ് വലുതാക്കി നടക്കുമ്പോൾ വയറ് വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ വളരുന്നത് നമ്മുടെ തിന്മയുടെ ത്രാസായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. 7ാമത്തെ കവാടം ജഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയത് ജഹീം എന്ന നരകത്തെ ഭയന്നുകൊണ്ടാണ്. ആരാണതിൽ കടന്നു പോകുന്നത്? വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം.